നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ഓഗസ്റ്റ് 1 മുതൽ 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. രോഹിണി നക്ഷത്രജാതർക്ക് തങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്ന മാസമാണിത്. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിന് സാധിക്കുന്നു. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. വിദേശയാത്ര, തൊഴിൽ ഇവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ വേഗം കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി അന്യദേശങ്ങളിൽ കഴിയുന്നവർക്കാണെങ്കിൽ വളരെ അനുകൂലമായ സമയമാണ്. കൂടുതൽ വിസ്തൃതിയും സൗകര്യവുമുള്ള പുതിയ വസ്തുവോ ഗൃഹമോ വാങ്ങുന്നതിനുള്ള ആലോചനകൾ തുടങ്ങുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അസുലഭമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമായേക്കാവുന്ന ഒരു അപൂർവമായ സൗഹൃദ ബന്ധമോ ആത്മബന്ധമോ ഈ കാലയളവിൽ ഉടലെടുക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനഗതിയിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരുന്നതാണ്. സ്ത്രീകളുടെ മനസ്സിൻ്റെ അഭീഷ്ടങ്ങൾ സാധ്യമാകുന്നു. ഇനി അവിവാഹിതർക്കാണെങ്കിലോ ഉത്തമമായ വിവാഹ ആലോചനകൾ വന്നു ഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോലി അന്വേഷകർക്ക് സെപ്റ്റംബർ മാസം 2ാം പാദത്തിന് മുൻപേ തന്നെ ജോലി പ്രാപ്തമായി കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമായേക്കാവുന്ന ഒരു പുതിയ സൗഹൃദമോ ഗുരുബന്ധമോ ഈ വർഷം ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹിതർക്കാണെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ പിന്നീട് വലിയ പ്രശ്നങ്ങളിലെത്തുവാൻ സാധ്യതയുള്ളതിനാൽ അത്യന്തം ജാഗ്രതയോടെ ജീവിത പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും പെരുമാറുന്നത് അഭിലഷണീയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിർദ്ദേശം പല അപകടഘട്ടങ്ങളിൽ നിന്നും രോഹിണി നക്ഷത്രക്കാരെ രക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോലി സംബന്ധമായ സ്ഥാനമാറ്റവും സ്ഥാനചലനങ്ങളും ഉണ്ടായേക്കാവുന്ന മാസങ്ങളാണ്. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും അവരുമായി ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിനുമുള്ള സാധ്യത കാണുന്നു. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും സഹായം കുറഞ്ഞേക്കാം. ഏറ്റെടുത്ത കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ വാക്കുകൾ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ഐക്യത ഇല്ലാത്ത അവസ്ഥ സ്വയം മുൻകൈയെടുത്ത് മാറ്റുവാനായി സാധിക്കുന്നതാണ്. അഗ്നിസംബന്ധമായ ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് മനസ്സിലാവുന്നത്. സാമ്പത്തികമായുള്ള നീക്കിയിരിപ്പുകൾ വർദ്ധിക്കുന്നതിനും തുടങ്ങുന്നതിനുമുള്ള യോഗം കാണുന്നു. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി സന്താനങ്ങൾക്ക് സ്കോളർഷിപ്പുകളോടെയുള്ള വിദേശ പഠനം നടത്തുന്നതിന് അവസരമുണ്ടാകുന്നു. ജീവിതത്തിലെ ഉന്നതിക്കായി പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷ നൽകിയവർക്ക് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അല്പം പ്രതികൂല സമയമാണ്. ആത്മസംയമനം പാലിച്ച് ഈശ്വരാരാധനയോടെയും ഈശ്വരവിശ്വാസത്തോടെയും പ്രവർത്തിക്കുന്നത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം അവസാന പാദങ്ങളിൽ ധനപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ ബിസിനസ് സംബന്ധമായ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കണം. അലച്ചിലുകൾക്ക് സാധ്യത കാണുന്നു. സന്താനങ്ങൾ, സഹോദരങ്ങൾ, സഹോദര സ്ഥാനീയർ തുടങ്ങിയവർ മൂലം ആരോപണങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കല, സാഹിത്യം, സിനിമാ മേഖലകളിലുള്ളവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ. പുതിയ കർമ്മരംഗങ്ങളിൽ പ്രവേശിക്കുന്നവർ
അല്പം ജാഗ്രത കാണിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതാം. ഇനി ഗതാഗതം, അധ്യാപനം, ബാങ്കിംഗ്, പൊതുപ്രവർത്തനങ്ങളിലും രാജ്യസേവന മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും ഓഗസ്റ്റ് മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഹിണി നക്ഷത്രജാതർ തങ്ങളുടെ കോപത്തെയും എടുത്തുചാട്ടത്തോടെയുള്ള ജീവിത സമീപനവും നിയന്ത്രിക്കേണ്ടത് വളരെ അഭികാമ്യമാണ്. ദോഷപരിഹാരങ്ങൾക്കായി ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗൃഹൈശ്വര്യത്തിനായി അഷ്ടലക്ഷ്മി പൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നിവ നടത്തുന്നതും ഉത്തമമാണ്. വൈകിട്ട് ദീപം കൊളുത്തുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ലളിതാ അഷ്ടോത്തര നാമാവലി, ലളിതാ ഭുജംഗം തുടങ്ങിയവ ജപിക്കുന്നത് ഉത്തമമാണ്. ഏകാദശി വ്രതം, പൗർണമി വ്രതം, ജന്മനക്ഷത്ര വ്രതം എന്നിവയും അനുഷ്ഠിക്കുന്നതിലൂടെ ഈശ്വരാധീനവും കൂടുതൽ ഗുണാനുഭവങ്ങളും പ്രാപ്തമാകുന്നതായി കാണുന്നു. ഇനി ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ച് ആരാധനാലയങ്ങളിൽ ശുഭദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഗുണപ്രദാനവും ഈശ്വരാധീനം വർദ്ധിക്കാൻ സഹായിക്കുന്നതുമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.